വർദ്ധിത വീര്യത്തോട് ഞങ്ങളുണ്ട് കോഴിക്കോട് ബീച്ചിൽ. മിഥില ബാലനും ഉണ്ട്. മിഥില ബാലൻ നല്ല തിരക്കിലാണ്. നമുക്കറിയാലോ കോഴിക്കോട്ടുകാർ എപ്പോഴും ആഘോഷ തിമിർപ്പിലാണ്. ആ ബീച്ചിൽ പോയാൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും അവിടെ ആഘോഷങ്ങൾ അണയുന്നില്ല. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ബീച്ചാണ് കോഴിക്കോട്. അപ്പൊ പിന്നെ പുതുവത്സരത്തിന്റെ കാര്യം പറയാനില്ല അല്ലേ ജെയിംസ്? അപ്പൊ അവിടെ നല്ല പാട്ടും ഡാൻസും നടക്കുന്നുണ്ട്. ഇവിടെ പോയാലോ മിഥില ബാലന്റെ മിഥില ഇങ്ങോട്ട് വരും. അവിടുത്തെ വിശേഷങ്ങളുമായി മിഥിലയിലേക്ക് പോവാല്ലേ. ഗുഡ് ഈവനിങ് മിഥില, എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബ്? ഹാപ്പി ന്യൂ ഇയർ മിഥില. അഡ്വാൻസ് കുട്ടിയായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ ഇൻ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് ഈവനിങ്. കോഴിക്കോടിന്റെ വൈബ് സ്മിത പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഏത് നേരത്തും ഉണർന്നിരിക്കുന്ന ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. നമുക്കറിയാം ഇപ്പം ആളുകളെല്ലാം ഇവിടെ ഐ ലവ് യു കോഴിക്കോട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. മറ്റ് കലാപരിപാടികളൊന്നും ഈ ബീച്ചിലില്ല. പക്ഷേ ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ട് വൈകുന്നേരം മുതൽ തന്നെ ഒഴുകി എത്തുന്നുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്നു. നമുക്കിപ്പം കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ന്യൂ ഇയർ? കോഴിക്കോട് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നത്. പക്ഷേ കോഴിക്കോട് നിരാശപ്പെടുത്തി. കേരളത്തിലുടനീളം ഇല്ലപ്പാ, കോഴിക്കോട് വൈബിലേക്ക് വരും. അല്ല, വൈബിലേക്ക് വരില്ല. ഇവിടെ ഒരു പ്രോഗ്രാം പോലും ഇല്ല. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ പാരമ്പര്യം അതല്ലല്ലോ. പ്രത്യേകിച്ച് 2024 വിട പറയുമ്പോൾ ഒരു ഉജ്ജ്വലമായ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രതീകമായി പ്രോഗ്രാമുകൾ നടക്കേണ്ടതാണ്. എന്തോ കാരണവശാൽ അതില്ല. അത് സങ്കടകരമാണ്. അടുത്ത വർഷമെങ്കിലും പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്നാലും നമ്മൾ ആഘോഷിക്കല്ലേ ന്യൂ ഇയർ? ആഘോഷം, ആഹ്ലാദം മനസ്സിന് മാത്രം ഒതുങ്ങുകയാണ്. ബാഹ്യമായ പ്രകടനങ്ങളില്ല. സങ്കടകരമാണ്. എന്താണ്? എന്തായാലും ഞങ്ങൾ ആഘോഷിച്ചിട്ടേ ഇന്ന് പോകുന്നുള്ളൂ. ഇന്ന് 2025 വന്നത്തെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോകുന്നുള്ളൂ. എവിടുന്ന വരുന്നത്? വീട് കുറ്റിയടിയാണ്. ആഘോഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, കുടുംബസമയം വന്നതാണ്. പക്ഷെ ഇവിടെ ആഘോഷങ്ങൾ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. നിങ്ങൾ തന്നെ അങ്ങ് കൂടി ആഘോഷിക്കാതെ. ഓക്കെ, അതെ, ഞങ്ങൾ അപ്പം അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും 2025 വരവേറ്റതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇവിടെ കുറെ ആളുകളുണ്ട്, നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം. എന്താണ്, എങ്ങനെയാണ് ഇന്നത്തെ ഒരു ആഘോഷം? എങ്ങനെയാണ് നിങ്ങൾ? ഇന്നിപ്പോൾ ഇവിടെ ആഘോഷം വളരെ പ്രത്യാശയോടെയാണ് വന്നത് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. അവർ വളരെ നിരാശയിലാണുള്ളത്. ഒരു പുതുവർഷത്തിന്റെ ഒരു ആഘോഷ പരിപാടികൾ പങ്കെടുക്കാന്നുള്ള പ്രതീക്ഷയിൽ. കഴിഞ്ഞ വർഷം ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ വന്ന് ഇങ്ങനെ അവർ സന്തോഷിച്ച്, അവരെ സന്തോഷം ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അതെല്ലാം ഞങ്ങൾ വാർത്തയാക്കി. അല്ല, കഴിഞ്ഞ വർഷത്തിന് ഈ വർഷത്തിന് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ആയിരുന്നു. പക്ഷേ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പോയി. ആ ഒരു എന്താണ് പ്രതീക്ഷ 2025? ഒരു വയനാട് ദുരന്തം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. അത് കേരളത്തിന് ഒന്നാകെ കരയിപ്പിച്ച സംഭവമാണ്. 2025 എങ്ങനെയാണ് കാണുന്നത്? 25 ഒരു പുത്തൻ പ്രതീക്ഷ, എല്ലാ വർഷം പോലെ. എങ്ങനെയാണ് ഇത് ഞാൻ പൊന്നാനിന്ന് പറയണം. 2025 വളരെ ഉഷാറാവും എന്നുള്ള കണക്കൂട്ടിലേക്കാണ് വന്നത്. എന്തായാലും ഉഷാറാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് ഉഷാറാവും. നമുക്കറിയാം 2024 ഇവിടെ പറയുമ്പോൾ വയനാട്ടിലുണ്ടായ വലിയൊരു ദുരന്തം നമ്മൾ കണ്ണീരിലായി. എന്തായാലും അവരോടൊന്നും ഒട്ടും വിഷമിക്കേണ്ട. അവിടെ പ്രോഗ്രാം ഇല്ലെങ്കിലും നമ്മുടെ വെൽക്കം 25 ഫ്രം 24 നല്ല അടിപൊളിയായിട്ട് കാണാൻ പറയുക. അവരാഗ്രഹിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ ഉണ്ടാകും. അപ്പൊ ആരും വിഷമിക്കേണ്ട കോഴിക്കോടുകാര്. അവിടെ പ്രോഗ്രാം ഇല്ലെങ്കിലും ഇവിടെ ഒരു ഒന്നൊന്നര പ്രോഗ്രാമാണ്. അത് മാത്രമല്ല ക്രിസ്റ്റീന, എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. അവർക്ക് ആർക്കും നിരാശരാകേണ്ടി വരില്ല. കാരണം നമ്മളെപ്പോഴും പുറത്തുനിന്നൊക്കെ പോകുമ്പോൾ കോഴിക്കോട് കാണാം. അവർ ആഘോഷങ്ങൾ ഒരിക്കലും ഒഴിവാക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അധികം സമയം വൈകാതെ ഒരുപാട് പരിപാടികളുമായിട്ട് അവിടെ നവവത്സരത്തെ വരവേൽക്കാനായിട്ട് ഒരുപാട് പേരവിടെ കാത്തിരിക്കുകയാണ്. ഒട്ടും നിരാശപ്പെടേണ്ട. അപ്പം ഇതിലത് അവരോട് പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. കോഴിക്കോട് നല്ല വൈബിലേക്ക് വരും. വൈബോട് വൈബല്ലേ?